ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ഗൈഡൻസ് മാത്രമാണ്. ടോപ്പിക്ക്, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാനസികമായി അകന്നു നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഷഫിൾ ചെയ്തിച്ച കാർഡാണ്. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു എംപററിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവർ എല്ലാ അധികാരങ്ങളും കൈയടക്കാനും അവരെ കീഴിലാക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി റിവേഴ്സാണ് വന്നത്. അപ്പോൾ ഇത് നേരെ വന്നാലാണ് എല്ലാവരും സ്നേഹവും എല്ലാവരും സ്നേഹിക്കുക, ഇങ്ങനെ വന്നാലാണ്. അപ്പോൾ ഇത് റിവേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അവർക്ക് എല്ലാ രീതിയിലും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നത് ഈ രീതിയിലാണ്. കിങ് ഓഫ് കപ്പ് തലകീഴായിട്ടാണ് വന്നത്. എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് എന്ന് പറഞ്ഞാൽ ഫയർ എനർജി, എർത്ത് എനർജി. അപ്പോൾ ഫയർ എനർജിയിൽ ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, എർത്ത്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ലിബ്ര. എയർ എനർജി ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, കാപ്രിക്കോൺ ഒക്കെ തന്നെ പിന്നെ വന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്നത് 11, 14, 3, 7, 13, 6, 15. ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അതായത് ഇതിൽ ഓവറോൾ എനർജി വന്നത് 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കഴിഞ്ഞ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നതിനാണ്, ഒരുപാട് വിഷമിച്ചും ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നതിന് ഇതിൽ കാണുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നത്. ഒരു ലവേഴ്സ് കാർഡും ഒരു പേജ് ഓഫ് വാൻസും ആണ്. അപ്പോൾ ലവേഴ്സ് കാർഡിൽ പറയുന്നത് പാസ്റ്റിൽ ഇവർ ഒരുപാട് പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയാണ് പേജ് വാൻസിൽ കാണുന്നത്. ഇപ്പോൾ മുന്നോട്ട് പോകുമോ ഇല്ലേ, ഇനി മുന്നോട്ട് ഇത് വളരുമോ എന്നൊക്കെ, ഈ സ്നേഹം എന്താ മുന്നോട്ട് പോകുമെന്ന് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു മൂവ്മെൻറ്റും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ട്. ഇപ്പം മുമ്പെയുള്ള ആ സ്നേഹമൊക്കെ നശിച്ചിരിക്കുന്നത്, ഇപ്പോൾ അത് മുമ്പോട്ട് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് ഒരു കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിളാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയും ഒരു കിങ് ഓഫ് വാണ്ടുമാണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകൾ ഉള്ളതായിട്ട് കാണുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു മാർഗം കണ്ടേ പറ്റൂ. ഇപ്പോൾ അതിന് വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ടാണ്. ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ആർക്കൊക്കെ കൊടുക്കാനുള്ള പണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള വഴിക്ക് വേണ്ടി ഇവർ നടക്കുന്നതായിട്ടാണ്. ആ പണത്തിന് വേണ്ടി ഇവർ ഒരുപാട് പേരുടെ അടുത്ത് ചെല്ലുന്ന, അല്ലെങ്കിൽ ജോലിക്ക് ചെല്ലുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പൈസ കിട്ടണം, അവർക്ക് കുറേ ബാധ്യതകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനു വേണ്ടി അവർ ആ പണം ഉണ്ടാക്കാൻ വേണ്ടി അത് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ജോലിയായാലും അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ. ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് അവർ ഒരുപാട് സാമ്പത്തികമായൊക്കെ സഹായം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി വിട്ട് പോയപ്പോൾ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്, ആരും സഹായത്തിനില്ലാതെ. അപ്പോൾ അതുകൊണ്ട് അവർ സ്വയം മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമാർഗം തേടി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇവർക്ക് പല ഐഡിയകളുണ്ടാകും, എങ്ങനെ പോകണം, അതിനുള്ള ഒരു ബുദ്ധി, സാമർഥ്യം, കഴിവൊക്കെ ഇവർക്ക് ഉണ്ടാകും. മുന്നോട്ട് പോകാനുള്ള എങ്ങനെ ആരൊക്കെ പറ്റിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കണം, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ പല ഐഡിയകളും പല കഴിവുകളും ഉള്ള വ്യക്തികളായിട്ടാണ് ഇവരെ കാണുന്നത്. അത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ പല തരത്തിൽ ഇവർക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്.
അപ്പോൾ അതൊക്കെ അതിലേക്കാണ് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത്. പണം ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് സാമ്പത്തികമായിട്ട്. അടുത്ത 3 of Swords എനർജിയാണ്. കിങ് ഓഫ് കപ്പാണ്. 3 of Swords കിങ് ഓഫ് കപ്പ്. 3 of Swords എനർജി പറയുന്നത് ഇവരുടെ ചുറ്റും കാർമികമായ കുറേ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അത് വിട്ടു പോകാൻ പറ്റാത്ത ആ സിറ്റുവേഷൻ ഇവർ ചെയ്ത തെറ്റാണെന്ന് യൂണിവേഴ്സിന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് ഇവർക്ക് കാർമികമായ സിറ്റുവേഷൻ പോയി വന്നതാണ്. അപ്പോൾ അത് ഇവരെ വിട്ടു പോകാൻ പറ്റാത്ത വിധം അവരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത്. ഒരു ഹാർട്ട് ബ്രേക്കിലൂടെയൊക്കെ കടന്നു പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നത്. ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതത്തിൽ കൂടെ ആകെ വേദനിച്ചും വിഷമിച്ചും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ പ്രശ്നങ്ങൾ കാരണം. ഇവർ കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ ഈഗോ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിലിപ്പോൾ ചിന്തിക്കുന്നത് ഇവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല, ഇവരുടെ ഭാഗത്താണ് ശരി, അത് ഇവർ ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്ന് എല്ലാവരെയും അറിയിക്കണം. അതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 7 of Swords എനർജി വന്നിട്ടുണ്ട്. 3 of Wands ആണ്. ഒരു 7 of Swords 3 of Wands ആണ്. അപ്പം 7 of Swords എനർജി പറയുന്നത് ഇപ്പോൾ നല്ല ഒരു ട്രാപ്പിൽപ്പെട്ടൊരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്ത് തന്നെ ഒരു തരത്തിലും ഇവർക്കിപ്പോൾ ഒരു ഉയർച്ചയും കാണുന്നില്ല. എല്ലാ തരത്തിലും ഇവർ പെട്ട് കിടക്കുക. ഒരു ചീറ്റിങ് കിട്ടിയൊരവസ്ഥ. ഇവർ ചുറ്റും ചിലപ്പോൾ ശത്രുക്കൾ, ഇവർക്ക് എതിരായി നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ അവരെ ചുറ്റിലുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആളുകളില്ലേ, അപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു പരസ്പരം ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ല, സംസാരിക്കുന്നുണ്ടാവില്ല, ഒന്നും പരസ്പരം തുറന്നു പറയുന്നുണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ, ഒരു സ്നേഹം ഇല്ലാത്തൊരവസ്ഥ, 2 റൂമിൽ അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം ജീവിക്കുക. അല്ലാത്തവർക്കാണെങ്കിൽ ചീറ്റിംഗ് എനർജി കിട്ടി അവർ ഇതെല്ലാം എൻഡാക്കി പോയ അവസ്ഥ. 2 രീതിയിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ കുറേയധികം ആളുകൾ എൻഡാക്കി പോയ അവസ്ഥയും മറ്റു ചില ആൾക്കാർ സ്നേഹം ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ അവർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പരസ്പരം ഒരു മാനസികമായ ഒരു അടുപ്പമില്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആരും ഒരു സഹായത്തിനില്ലാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ പോകും. അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ ഈ വ്യക്തികാരനായിരിക്കും ഇവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട്. അപ്പം സാമ്പത്തികമായ എല്ലാ അവസ്ഥയും നിന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചിന്തിക്കാൻ കഴിയും. അതിനു വേണ്ടി ഒരുപാട് ഇവിടെ ഇവർ നേരത്തെ എനർജി കണ്ടില്ല. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തീരുമാനത്തില്ല. ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഒരു ചിന്തിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തെല്ലാമോ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 7 of Pentacles. അപ്പോൾ ഈ ക്യൂൻ ഓഫ് പെന്റിക്കിൾ തുടക്കം മുതൽ ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവർ ഏതോ സാമ്പത്തികമായിട്ട് ഏതോ ട്രാപ്പിൽപ്പെട്ടൊരവസ്ഥ, ചിലപ്പോൾ ഒരുപാട് കടങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ട്രാപ്പിൽപ്പെട്ടൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, കൊടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ വാടക താമസിക്കുന്നതിന് വാടക കൊടുക്കാണ്ടാവും, കുട്ടികളെ ചിലവ്, അങ്ങനെ ഒരുപാട് അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ കൂടെ പോവുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, ഒറ്റക്ക് നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആ അവസ്ഥ, അങ്ങനെ ഒരു എനർജിയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു നോർമൽ ലൈഫ് ഒരു നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടുവന്ന, ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടെന്നാണ് പെട്ടെന്നാണ് ഇവരുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നം വന്നത്, ഒരു ചീറ്റിംഗ് എനർജി കിട്ടിയത്. അപ്പോൾ ചീറ്റിംഗ് എനർജി പറഞ്ഞാൽ ഇവർ തേർഡ് പാർട്ടി ആണല്ലോ. അപ്പോൾ ഇവർ ഏത് രീതിയിലായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചിലപ്പോൾ അവർ പറയുന്ന വൈഫാണ് ഞാൻ തേർഡ് പാർട്ടിയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഈ ആരുമില്ലാതെ നോക്കാൻ ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, ആരും ഇല്ലാത്ത, അപ്പോൾ അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് പോയ ആൾക്കാരായിരിക്കും അവരിപ്പോൾ ഈ പേഴ്സണാലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും.
ഇപ്പോൾ അവരിപ്പോൾ വിട്ടതായിട്ട് തന്നെ കാണുന്നത്. അവർ വിട്ടപ്പോൾ ഇവർക്ക് ഏത് രീതിയിലാണ് പൈസ ഉണ്ടാക്കുക അതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ജോലി ചെയ്താലും ഒരുപാട് അതിനുവേണ്ടി ഇവർക്ക് ഒരുപാട് കഴിവുള്ള ആളുകളാണ്. അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാനും പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അതിലേക്കൊക്കെ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പോൾ സമ്പത്തിനായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ മുമ്പേ എല്ലാം ഉണ്ടായിരുന്ന ആളുകളായിരിക്കും കുറേയധികം ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടും അതിന് വേണ്ടി ഓടി നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡാണ്. ഇപ്പോൾ ഒരു 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും വിട്ട് പിരിഞ്ഞതിന് ശേഷം അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട്, ഈ തുടക്കം മുതലേ അത് തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇപ്പോഴും ലാസ്റ്റ് വരുത്തിയിട്ടും അത് തന്നെയാണ് കാണുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ പേഴ്സണിൽ നിന്നായിരിക്കും അവർ സാമ്പത്തികമായി സഹായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പല രീതിയിലും വരും. അപ്പോൾ അത് ഓരോരുത്തർ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അല്ലാത്ത ആളുകളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഇത്ര നാൾ ഒരുപാട് പണങ്ങളും കാര്യമൊക്കെ കടം വാങ്ങുകയോ അല്ലെങ്കിൽ ഈ വ്യക്തി ഇവരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ അവർക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ആരും പൈസ കൊടുക്കുന്നുണ്ടാവില്ല, കടങ്ങളായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്നൊന്നും ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇവർക്ക് എല്ലാവരും നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എല്ലാം കൊടുക്കുകയും ചെയ്യുന്ന ആളായിരിക്കും ഈ പേഴ്സൺ. അപ്പോൾ ആ പേഴ്സൺ മുഖേനയാണ് ഇവരുടെ എല്ലാ കാര്യവും മുന്നോട്ട് പോയിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ജീവിതത്തിലെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടൊക്കെ ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയും, ഒന്നിനൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകും, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് വന്നതൊരു ഡെവിളിൻ്റെ എനർജിയാണ്. നൈൻ ഓഫ് സോഡ്. അപ്പോൾ ഒരു ഡെവിളിൻ്റെ എനർജിയും ഒരു നൈൻ ഓഫ് സോഡിൻ്റെ എനർജിയാണുള്ളത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ ഇവരിലേക്ക് ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിലും ഇവർക്ക് ജീവിതത്തിലൊരു സുഖം കിട്ടുന്നില്ല. എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരു സമാധാന, എന്തൊക്കെയോ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് കയറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ അധികം ആളുകൾക്ക് ഹെൽത്ത് പരമായൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡിപ്രഷനിലൂടെയൊക്കെ പോകുന്നതായിട്ട് അതുകൊണ്ടായിരിക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല, ഒരു മൂഡില്ലാത്ത അവസ്ഥ, ഉറക്കം വരുന്നില്ല, ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ഇവരെ കൂടെ നിൽക്കുന്ന ആർക്കും ഇവരെ ഒരു സപ്പോർട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീരെ ഒരു ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥ, എന്തിനൊക്കെയോ പേടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടെ ഒക്കെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.